3 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് CMA USA എക്സാം നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കുകയുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോളജ് എന്ന് പറയുമ്പോൾ IMA പറഞ്ഞിട്ടുള്ള ലേണിംഗ് ഔട്ട്കം സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമുള്ള എല്ലാ ഏരിയയിൽ നിന്നും ആപ്ലിക്കേഷൻ ഓഫ് നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ CMA എക്സാം നമുക്കറിയാം 4 മണിക്കൂറാണ്. അതിൽ ഫസ്റ്റ് 3 hours 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ 180 മിനിറ്റ്സേ ഉള്ളൂ. 1 മിനിറ്റ് 80 സെക്കൻഡാണ് ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ തന്നെ A ലെവൽ, B ലെവൽ, C ലെവൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് കാൽക്കുലേഷൻസ് ഉണ്ട്, ചില ക്വസ്റ്റ്യൻസ് ലോജിക്കലി തിങ്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് വർക്കുകൾ നമ്മൾക്കൊരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനുണ്ട്. അപ്പോൾ 1 മിനിറ്റ് 80 സെക്കൻഡ്സ് കൊണ്ട് നമുക്കത് ചെയ്യണമെങ്കിൽ വി നീഡ് എ ഗുഡ് ടൈം മാനേജ്മെൻറ്റ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ്. IMAയുടെ എക്സാം അൽഗോരിതം എന്ന് പറയുന്നത് നമ്മളുടെ കോൺഫിഡൻസ് കൂടി ചെക്ക് ചെയ്യുന്ന രീതിയിലാണ്. നമ്മൾ എത്രമാത്രം പഠിച്ച കാര്യങ്ങൾ റിയൽ പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രൊഫഷണൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ കോൺഫിഡൻ്റ് ആണ് എന്നും കൂടി IMA ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു സിനാരിയോ അനാലിസിസ് ഒക്കെ അല്ലെങ്കിൽ സിനാരിയോ സെഷനൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് CMA എക്സാം പാസ്സാവാൻ സാധിക്കുകയുള്ളൂ.